ഫസ്റ്റ് മൊഡ്യൂളാണ് ത്രീ മൊമെൻറ്റ് ഇക്വേഷൻ ഓർ ക്ലാപ്പിറോൺസ് തിയറം. അപ്പം SA1 ഫസ്റ്റ് മൊഡ്യൂൾ ത്രീ മൊമെൻറ്റ് ഇക്വേഷനെ പറ്റിയിട്ടാണ്. അപ്പം ഇതിലിപ്പോൾ ഫസ്റ്റായിട്ട് ഒരു ഇൻട്രൊഡക്ഷൻ പറയാനുള്ളത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ SA1 നിങ്ങൾ പഠിച്ച പോലെ അല്ലെങ്കിൽ മുന്നേ MOS പഠിച്ച പോലെ രണ്ട് ടൈപ്പ് സ്ട്രക്ചേഴ്സാണ് സാധാരണ നമ്മൾ സ്ട്രക്ചറൽ അനാലിസിസിലൊക്കെ വരുന്നത് ഒന്ന് സ്റ്റാറ്റിക്കലി ഡിറ്റർമിനേറ്റ് സ്ട്രക്ചറും രണ്ടാമത്തെ സ്റ്റാറ്റിക്കലി ഇൻഡിറ്റർമിനേറ്റ് സ്ട്രക്ചറുമാണ്. സ്റ്റാറ്റിക്കലി ഡിറ്റർമിനേറ്റ് സ്ട്രക്ചർ എന്താണെന്ന് നിങ്ങൾ മുന്നേ പഠിച്ചതാണ്, ജസ്റ്റ് ഒരു ഇൻട്രൊഡക്ഷനാണ്. എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇക്വേഷൻസ് ഓഫ് ഇക്വിലിബ്രിയം വെച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ആ ഒരു സ്ട്രക്ചറിനെ സോൾവ് ചെയ്യാൻ പറ്റും. ഇക്വേഷൻസ് ഓഫ് ഇക്വിലിബ്രിയം എന്ന് വെച്ചാൽ എന്താണ്, സം ഓഫ് ഹൊറിസോണ്ടൽ ഫോഴ്സ് ഈക്വൽ ടു 0, സം ഓഫ് വെർട്ടിക്കൽ ഫോഴ്സ്, സം ഓഫ് മൊമെൻറ്റ് ഈക്വൽ ടു 0, അതൊക്കെയാണ് എന്ത് ഇക്വേഷൻസ് ഓഫ് ഇക്വിലിബ്രിയം. സ്റ്റാറ്റിക്കലി ഇൻഡിറ്റർമിനേറ്റ് സ്ട്രക്ചർ ആണെങ്കിലോ ഇക്വേഷൻസ് ഓഫ് ഇക്വിലിബ്രിയം പോരാ, അതിൻ്റെ കൂടെ എന്തും കൂടി വേണം, ഒരു കോമ്പാറ്റബിലിറ്റി ഇക്വേഷനും കൂടി വേണം. അങ്ങനെ വെച്ചിട്ട് നമുക്ക് സ്ട്രക്ചറിനെ സോൾവ് ചെയ്യുകയാണെങ്കിൽ അതിന് പറയുന്ന പേരാണെന്ത്, സ്റ്റാറ്റിക്കലി ഇൻഡിറ്റർമിനേറ്റ് സ്ട്രക്ചർ. അപ്പം ഇതിൽ ഇപ്പോൾ ഫസ്റ്റ് മൊഡ്യൂൾ ത്രീ മൊമെൻറ്റ് ഇക്വേഷനിൽ നമുക്ക് ശരിക്കും ഡീൽ ചെയ്യുന്നത് സ്റ്റാറ്റിക്കലി ഇൻഡിറ്റർമിനേറ്റ് സ്ട്രക്ചേഴ്സാണ്. ഇനി സ്റ്റാറ്റിക്കലി ഇൻഡിറ്റർമിനേറ്റ് സ്ട്രക്ചേഴ്സിൻ്റെ സൊല്യൂഷന് വേണ്ടിയിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന മെത്തേഡ്സാണ് ഫോഴ്സ് മെത്തേഡും ഡിസ്പ്ലേസ്മെൻറ്റ് മെത്തേഡും. ഫോഴ്സ് മെത്തേഡും ഡിസ്പ്ലേസ്മെൻറ്റ് മെത്തേഡാണ് നമ്മളിതിൻ്റെ സൊല്യൂഷൻ ഉപയോഗിക്കുന്നത് സ്റ്റാറ്റിക്കലി ഇൻഡിറ്റർമിനേറ്റ് സ്ട്രക്ചേഴ്സിൻ്റെ. അതിൽ ഫോഴ്സ് മെത്തേഡിൽ വരുന്നതാണ് ഈ ത്രീ മൊമെൻറ്റ് ഇക്വേഷൻ അല്ലെങ്കിൽ ത്രീ മൊമെൻറ്റ് മെത്തേഡൊക്കെ. അതേപോലെ തന്നെ സ്ട്രെയിൻ എനർജി മെത്തേഡ്, ഇത് മുന്നേ SA1 പഠിക്കുന്നതാണ്. അതേപോലെ തന്നെ കൺസിസ്റ്റൻസി ഡിഫോർമേഷൻ മെത്തേഡ്. ഡിസ്പ്ലേസ്മെൻറ്റ് മെത്തേഡിൽ വരുന്ന രണ്ട് മെത്തേഡാണ് സ്ലോപ്പ് ഡിഫ്ലക്ഷൻ മെത്തേഡും അതേപോലെ തന്നെ കാനീസ് മെത്തേഡും. ഈ സ്ലോപ്പ് ഡിഫ്ലക്ഷൻ മെത്തേഡ് SA2 നിങ്ങൾക്ക് പഠിക്കാനുള്ളതാണ്, ഇനി വരാൻ പോകുന്നതാണ്. അതേപോലെ തന്നെ കാനീസ് മെത്തേഡും ഇതും SA2 ഈ ഒരു സെമസ്റ്ററിൽ പഠിക്കാനുള്ളതാണ്. ത്രീ മൊമെൻറ്റ് ഇക്വേഷൻ എന്ന് പറയുന്നത് അപ്പോൾ ഒരു ഫോഴ്സ് മെത്തേഡാണ്. സ്റ്റാറ്റിക്കൽ ഇൻഡിറ്റർമിനേറ്റ് സ്ട്രക്ചേഴ്സിൻ്റെ സൊല്യൂഷന് വേണ്ടിയിട്ട് നമ്മൾ ചെയ്യുന്ന ഒരു മെത്തേഡാണെന്ത് ത്രീ മൊമെൻറ്റ് ഇക്വേഷൻ എന്ന് പറയുന്നത്. അടുത്ത ത്രീ മൊമെൻറ്റ് ഇക്വേഷൻ ഓർ ക്ലാപ്പിറോൺസ് തിയറം എന്താണെന്ന് നോക്കാം. ത്രീ മൊമെൻറ്റ് ഇക്വേഷൻ എപ്പോഴും നമുക്ക് കണ്ടിന്യൂസ് ബീമിലാണ് നമ്മൾ യൂസ് ചെയ്യാൻ പറ്റുള്ളൂ. അതേപോലെ തന്നെ 3 സക്സസീവ് സപ്പോർട്ട്സ് വേണം എപ്പോഴും എടുക്കാൻ. സക്സസീവ് സപ്പോർട്ട്സ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അടുപ്പിച്ചിട്ടുള്ള സപ്പോർട്ട്, അതായത് അടുപ്പിച്ചിട്ടുള്ള സപ്പോർട്ട്സിൽ എപ്പോഴും എന്ത് അപ്ലൈ ചെയ്യാൻ പറ്റുള്ളൂ, ത്രീ മൊമെൻറ്റ് ഇക്വേഷൻ അപ്ലൈ ചെയ്യാൻ പറ്റുള്ളൂ. അതേപോലെ തന്നെ ത്രീ മൊമെൻറ്റ് ഇക്വേഷൻ എന്താണ് പറയണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മൊമെൻറ്റഡ് 3 സപ്പോർട്ട്സ്, ഈ സക്സസീവ് സപ്പോർട്ട്സിലുള്ള മൊമെൻറ്റും അതേപോലെ തന്നെ ഈ സപ്പോർട്ടിൻ്റെ ഇടയിലുള്ള സ്പാനിലുള്ള ലോഡിങ്ങും തമ്മിലുള്ള റിലേഷൻഷിപ്പാണ് എന്ത് ത്രീ മൊമെൻറ്റ് ഇക്വേഷൻ പറയണത്. അതായത് ഈ സപ്പോർട്ടിലുള്ള മൊമെൻറ്റും അതേപോലെ തന്നെ ഈ സപ്പോർട്ടിൻ്റെ ഇടയിലുള്ള സ്പാനിലുള്ള ലോഡിങ്ങും തമ്മിലുള്ള റിലേഷൻഷിപ്പാണ് എന്ത് ത്രീ മൊമെൻറ്റ് ഇക്വേഷൻ പറയണത്. പിന്നെ അത് റിലേഷൻഷിപ്പ് അതായത് സപ്പോർട്ടിലുള്ള മൊമെൻറ്റും അതേപോലെ തന്നെ സ്പാനിലുള്ള ലോഡിങ്ങും തമ്മിലുള്ള റിലേഷൻഷിപ്പ് ചിലപ്പം വിത്ത് സെറ്റിൽമെൻറ്റ് ആവാം അല്ലെങ്കിൽ വിത്തൗട്ട് സെറ്റിൽമെൻറ്റ് ആവാം. അപ്പോൾ ഈ ഒരു കേസ് എന്ന് പറയുന്നത് വിത്തൗട്ട് സെറ്റിൽമെൻ്റ് ആണ്. അതായത് സപ്പോർട്ടുകളൊന്നും സെറ്റിൽ ചെയ്തിട്ടില്ല. പക്ഷേ ചില സമയം എന്തുണ്ടാവും, ലോഡ് വരുമ്പോൾ സപ്പോർട്ടുകൾ എന്ത് ചെയ്യും, സെറ്റിൽ ചെയ്യും. അതാണ് ഇപ്പോൾ ഈ HH എന്ന് കാണിച്ചത്. അതായത് B എന്ന് പറയുന്ന സപ്പോർട്ടിനെ റെസ്പെക്റ്റ് ചെയ്തിട്ട് Aയും Cയും എന്തായി, സെറ്റിലായി. അതാണ് സപ്പോർട്ട് A സെറ്റിൽ ചെയ്ത് HA, സപ്പോർട്ട് C സെറ്റിൽ ചെയ്ത് എന്താണ്, HC ആണ്. പിന്നെ ത്രീ മൊമെൻറ്റ് ഇക്വേഷൻ എന്ന് പറയുന്നത് എപ്പോഴും ഇപ്പം 3 അടുത്തടുത്തുള്ള സപ്പോർട്ട്സിനാണ് എന്ത് ചെയ്യാണ് ത്രീ മൊമെൻറ്റ് ഇക്വേഷൻ അപ്ലൈ ചെയ്യാൻ. ഇപ്പം 4 സപ്പോർട്ട്സ് ഉണ്ടെന്ന് വിചാരിക്കാം. ഇപ്പോൾ ABCD ഇങ്ങനെ ഒരു 4 സപ്പോർട്ട് ഉണ്ടെന്ന് വിചാരിക്കാം. അപ്പം ത്രീ മൊമെൻറ്റ് ഇക്വേഷൻ ആദ്യം നമ്മൾ എന്ത് ചെയ്യണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ABCക്ക് ആദ്യം എന്ത് ചെയ്യണം, ത്രീ മൊമെൻറ്റ് ഇക്വേഷൻ അപ്ലൈ ചെയ്യണം. അതിനുശേഷം എന്ത് അപ്ലൈ ചെയ്യണം, ഈ BCD എന്ന് പറഞ്ഞാൽ ഈ ഒരു പോർഷനിൽ എന്ത് അപ്ലൈ ചെയ്യണം, ത്രീ മൊമെൻറ്റ് ഇക്വേഷൻ അപ്ലൈ ചെയ്യണം. പിന്നെ ഫോർ എക്സാമ്പിൾ ഫ്രണ്ടിലാണെങ്കിൽ അങ്ങനെ ആദ്യം ABC എടുക്കുക, പിന്നെ BCD എടുക്കുക, പിന്നെ ഒരു സപ്പോർട്ട് ഉണ്ടെങ്കിൽ CDE എടുക്കുക, അങ്ങനെയാണ് എടുക്കുക. അപ്പോൾ അതൊക്കെയാണ് എന്തിനെ പറ്റി പറയാനുള്ളത്, ത്രീ മൊമെൻറ്റ് ഇക്വേഷനെ പറ്റി പറയാനുള്ളത്. ത്രീ മൊമെൻറ്റ് ഇക്വേഷൻ്റെ ഡെറിവേഷൻ നമ്മൾ ഉപയോഗിക്കുന്ന കൺസിസ്റ്റൻസി കണ്ടീഷൻ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സ്ലോപ്പ് അറ്റ് മിഡിൽ സപ്പോർട്ട് കാൽക്കുലേറ്റഡ് ഫ്രം ദ ലെഫ്റ്റ് സ്പാൻ. അതായത് ഈ ലെഫ്റ്റ് സ്പാന് ഈ ഒരു മിഡിൽ സപ്പോർട്ടിൽ ഉണ്ടാക്കുന്ന സ്ലോപ്പും അതേപോലെ തന്നെ റൈറ്റ് സ്പാന് ഈ ഒരു സ്പാൻ BC എന്ന് പറയുന്ന സ്പാൻ മിഡിൽ സപ്പോർട്ടിൽ ഉണ്ടാക്കുന്ന സ്ലോപ്പും എന്തായിരിക്കും, ഈക്വൽ ആയിരിക്കും. ആ ഒരു കണ്ടീഷനാണ് എന്ത് നമ്മൾ യൂസ് ചെയ്യണത്, ത്രീ മൊമെൻറ്റ് ഇക്വേഷൻ്റെ ഡെറിവേഷൻ നമ്മൾ യൂസ് ചെയ്യണത്. അത് ഡെറിവേഷൻ പോർഷൻ എത്തുമ്പോൾ എന്താവും, മനസ്സിലാവും. പിന്നെ അതായത് AB എന്ന് പറയുന്ന സ്പാൻ Bയിൽ ഉണ്ടാക്കുന്ന സ്ലോപ്പും അതേപോലെ തന്നെ BC എന്ന് പറയുന്ന സ്പാൻ Bയിൽ ഉണ്ടാക്കുന്ന സ്ലോപ്പ് എന്തായിരിക്കും, ഈക്വൽ ആയിരിക്കും. അപ്പോൾ ത്രീ മൊമെൻറ്റ് ഇക്വേഷൻ എന്താണെന്ന് ഒന്നുകൂടി പറയുകയാണെങ്കിൽ 3 സക്സസീവ് സപ്പോർട്ട്സ്, കണ്ടിന്യൂസ് ബീമിലുള്ള 3 സക്സസീവ് സപ്പോർട്ട്സിലുള്ള മൊമെൻറ്റും അതേപോലെ തന്നെ ആ സപ്പോർട്ട്സിൻ്റെ ഇടയിലുള്ള സ്പാൻ. അപ്പോൾ 3 സപ്പോർട്ടാകുമ്പോൾ 2 സ്പാൻ ഉണ്ടാകും. ആ സ്പാനിലുള്ള ലോഡിങ്ങും തമ്മിലുള്ള റിലേഷൻഷിപ്പാണ് ആണെന്ത് ത്രീ മൊമെൻറ്റ് ഇക്വേഷൻ. അതേപോലെ തന്നെ ആ ഒരു ഇക്വേഷൻ ചിലപ്പം ആ ഒരു റിലേഷൻഷിപ്പിൽ ചിലപ്പം വിത്ത് സപ്പോർട്ട് സെറ്റിൽമെൻ്റ് ആയിരിക്കും, അല്ലെങ്കിൽ എന്തായിരിക്കും, വിത്തൗട്ട് സപ്പോർട്ട് സെറ്റിൽമെൻ്റ് ആയിരിക്കും. അതാണെന്ത് ത്രീ മൊമെൻറ്റ് ഇക്വേഷനെ പറ്റിയിട്ട് പറയാനുള്ളത്. അടുത്താണ് ഡെറിവേഷൻ ഓഫ് ത്രീ മൊമെൻറ്റ് ഇക്വേഷൻ. ത്രീ മൊമെൻറ്റ് ഇക്വേഷൻ ഡിറൈവ് ചെയ്യാൻ വേണ്ടിയിട്ട് എന്തെടുക്കാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു കണ്ടിന്യൂസ് ബീം എടുക്കുക, കണ്ടിന്യൂസ് ബീമിൻ്റെ ഒരു പോർഷൻ എടുക്കുക.
വിത്ത് 3 സക്സസീവ് സപ്പോർട്ട്സ്, 3 അടുത്തടുത്തുള്ള സപ്പോർട്ട്സ് ഉള്ള ഒരു കണ്ടിന്യൂസ് ബീം എടുക്കുക. അപ്പം ഈ കണ്ടിന്യൂസ് ബീമിൽ ലോഡിങ്ങിനെ പറ്റിയിട്ട് ടെക്സ്റ്റിലൊന്നും പറയുന്നില്ല. അപ്പോൾ ലോഡിങ് ഇപ്പം ഡെറിവേഷന് വേണ്ടിയിട്ട് എന്ത് അസ്യൂം ചെയ്യുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു UDL ആയിട്ട് അസ്യൂം ചെയ്യുക, W kN/m. അസംഷൻ ഇപ്പം എഴുതണമെന്നില്ല, കാരണം നിങ്ങൾ ഈ ഡെറിവേഷൻ ത്രൂ ഔട്ട് ആലോചിച്ച് വെച്ചാൽ മതി. ഇതാണ് ലോഡിങ് എന്നുള്ളത്, ഒരു UDL ആണ് ലോഡിങ് എന്നുള്ളത്. ലോഡിങ് എന്ത് വേണമെങ്കിലും ആവാം, പോയിൻറ്റഡ് ലോഡ് ആവാം, ട്രയാങ്കുലർ ലോഡിങ് ആവാം, എന്ത് ലോഡിങ് വേണമെങ്കിലും ആവാം. അപ്പം ഇത് ഡെറിവേഷന് വേണ്ടിയിട്ട് ഇങ്ങനെയാണെന്ന് മനസ്സിലൊന്ന് ആലോചിച്ച് വെക്കുക. ഇനി ലോഡിൻ്റെ കാരണം കൊണ്ട് ഈ ബീം എന്ത് ചെയ്യുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ ഒന്ന് ബെൻഡാവും. ആ ബെൻഡാവുന്ന ഷേപ്പിന് ആ കർവിന് പറയുന്ന പേരാണെന്ത്? ഇലാസ്റ്റിക് കർവ്. അതാണ് ഈ ഡോട്ടഡ് ലൈനായിട്ട് കാണിച്ചത്. ABC എന്ന് പറയുന്ന ഡോട്ടഡ് ലൈനായിട്ട് കാണിച്ചതാണെന്ത്? ഇലാസ്റ്റിക് കർവ്. ഇനി ഈ B എന്ന് പറയുന്ന സപ്പോർട്ടിൽ നിന്ന് പിന്നെ അതേപോലെ തന്നെ B എന്ന് പറയുന്ന സപ്പോർട്ടിൽ നിന്ന് എന്ത് വരയ്ക്കാമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു സ്ട്രെയിറ്റ് ലൈൻ വരയ്ക്കാം. ആ സ്ട്രെയിറ്റ് ലൈനാണെന്ത്? A1-BC1. B എന്ന് പറയുന്ന സപ്പോർട്ടിൽ നിന്ന് ഒരു സ്ട്രെയിറ്റ് ലൈൻ വരയ്ക്കുക, അതാണെന്ത്? A1-BC1. പിന്നെ അതേപോലെ തന്നെ ഈ ഇലാസ്റ്റിക് കർവിന് എന്ത് വരയ്ക്കാമെന്ന് വെച്ചാൽ ഒരു ടാൻജൻറ്റ് വരയ്ക്കാം. ആ ടാൻജൻ്റാണെന്ത്? A2-BC2. A2-BC2. പിന്നെ അതേപോലെ തന്നെ I1 എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ AB സ്പാൻ്റെ മൊമെൻ്റ് ഓഫ് ഇനേഷ്യയും I2 എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ BC സ്പാൻ്റെ മൊമെൻ്റ് ഓഫ് ഇനേഷ്യയാണ്. L1 എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ AB സ്പാൻ്റെ ലെങ്ത്തും AB സ്പാൻ്റെ ലെങ്ത്തും L2 എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ BC സ്പാൻ്റെ ലെങ്ത്തുമാണ്. പിന്നെ ഇതിൽ പറയാനുള്ളത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ HHC ആണ്. HHC എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സപ്പോർട്ട് സെറ്റിൽമെൻ്റ് ആണ്. ഇപ്പോൾ ലോഡൊക്കെ വരുമ്പം സെറ്റിൽമെൻറ്റ് നടക്കും, ചിലപ്പോൾ സപ്പോർട്ട് സെറ്റിൽമെൻറ്റ് നടക്കും. അപ്പോൾ സപ്പോർട്ട് സെറ്റിൽമെൻറ്റിൻ്റെ കാര്യങ്ങളാണിത് HHC. H എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ബിക്ക് റിലേറ്റീവായിട്ട് എ എത്ര സെറ്റിൽ ചെയ്ത്, അതായത് ബിക്ക് റിലേറ്റീവായിട്ട് എ എത്ര സെറ്റിൽ ചെയ്തെന്നുള്ളതാണെന്ത്? HA. അതേപോലെ തന്നെ HC എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ബിക്ക് റിലേറ്റീവായിട്ട് സി സപ്പോർട്ട് എത്ര സെറ്റിൽ ചെയ്തെന്നുള്ളതാണെന്ത്? HC. പിന്നെ ഇത് എങ്ങനെ ഡിസ്റ്റൻസ് മെഷർ ചെയ്യാമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ B എന്ന് വരച്ചപ്പോൾ A1-BC1 എന്ന് പറഞ്ഞാൽ ഈ സ്ട്രെയിറ്റ് ലൈൻ എന്നാണ് എന്ത് മെഷർ ചെയ്യുക? ഈ HHC മെഷർ ചെയ്യുക. സപ്പോർട്ട് മുതൽ ഈ ബീൻ്റെ ലെവൽ വരെ എത്ര സെറ്റിൽ ചെയ്തെന്നുള്ളതാണെന്ത്? ഈ HHC പറയുന്നത്. അങ്ങനെയാണത് മെഷർ ചെയ്യുക. പിന്നെ ഇതാണെന്ത്? ഫിഗർ A എന്ന് പറയുന്നത്. ഇപ്പോൾ HA എന്ന് പറയുന്നത് അൺഈക്വൽ സെറ്റിൽമെൻറ്റിന് ശേഷം ഉള്ള വാല്യൂസാണെന്ത്? HA. അതേപോലെ തന്നെ HC. പിന്നെ എപ്പോഴും സെൻട്രൽ സപ്പോർട്ടിന് അല്ലെങ്കിൽ ഒരു സെൻട്രൽ സപ്പോർട്ടിന് റിലേറ്റീവായിട്ടാണ് എന്തെടുക്കുക നമ്മൾ? റിലേറ്റീവ് സെറ്റിൽമെൻറ്റ് ഓഫ് സപ്പോർട്ട്സ് എടുക്കുക, അതായത് HHC എടുക്കുക. തീറ്റ ഉണ്ട്. തീറ്റ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ടാൻജൻറ്റും അതേപോലെ തന്നെ സ്ട്രെയിറ്റ് ലൈനും തമ്മിൽ ഉണ്ടാക്കുന്ന ആംഗിളാണെന്ത്? തീറ്റ. അതായത് AB സ്പാൻ ബിയിൽ ഉണ്ടാക്കുന്ന സ്ലോപ്പാണ് തീറ്റ. അതേപോലെ തന്നെ BC സ്പാൻ ബിയിൽ ഉണ്ടാക്കുന്ന സ്ലോപ്പാണെന്ത്? തീറ്റ. ഇനി അടുത്ത ഡയഗ്രാമാണ് ഫിഗർ B, ഫ്രീ മൊമെൻറ്റ് ഡയഗ്രാം. ഫ്രീ മൊമെൻറ്റ് ഡയഗ്രാം ഓൺ സ്പാൻ AB ആൻഡ് സ്പാൻ BC. ഫ്രീ മൊമെൻറ്റ് ഡയഗ്രാം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ സപ്പോർട്ട്സ് സിംപ്ലി സപ്പോർട്ടഡ് ആവുക, ഇത് A, ഇത് B. അതേപോലെ തന്നെ അടുത്തതും സിംപ്ലി സപ്പോർട്ടഡ് ആവുക വിത്ത് സെയിം ലോഡിങ്. ഏതാണോ ലോഡിങ് അതേ ലോഡിങ് വരിക. സപ്പോർട്ട്സ് എന്താവുക? സിംപ്ലി സപ്പോർട്ടഡ് ആവുക. അങ്ങനെ ഉണ്ടാവുന്ന ബെൻഡിങ് മൊമെൻറ്റ് ഡയഗ്രാം എന്ത്? ഫ്രീ മൊമെൻറ്റ് ഡയഗ്രാം. ഇപ്പം ഇവിടെ UDL ആണുള്ളത്, അപ്പോൾ AB എന്ത് വരും? ഒരു പാരബോള വരും. അതാണ് ഈ പാരബോള വരച്ചത്. BC ഇതേപോലെ തന്നെ എന്താണ്? UDL ആണുള്ളത്, അപ്പോൾ അവിടെ എന്ത് വരും? ഒരു പാരബോള വരും. അതാണെന്ത്? ഫ്രീ മൊമെൻറ്റ് ഡയഗ്രാം. UDL അതിനെക്കൊണ്ട് എന്താ ബെൻഡിങ് മൊമെൻറ്റ് ഡയഗ്രാം വരിക? സിംപ്ലി സപ്പോർട്ട് ഉണ്ട്, പാരബോളാണ് വരിക. BC ഇതേപോലെ തന്നെ സെയിം UDL അതിനെക്കൊണ്ട് എന്താ വരിക? പാരബോളാണ് വരിക. സപ്പോർട്ട്സ് എന്താക്കുക? സിംപ്ലി സപ്പോർട്ടഡ് ആക്കുക. അപ്പോൾ ഉണ്ടാവുന്ന മൊമെൻറ്റ് ഡയഗ്രാം എന്ത്? ഫ്രീ മൊമെൻറ്റ് ഡയഗ്രാം. പിന്നെ ഈ സ്പാൻ ABയിലുള്ള ഫ്രീ മൊമെൻറ്റ് ഡയഗ്രത്തിൻ്റെ ഏരിയ ആണെന്ത്? A1. സ്പാൻ BCയിലുള്ള ഫ്രീ മൊമെൻറ്റ് ഡയഗ്രത്തിൻ്റെ ഏരിയ ആണെന്ത്? A2. അതേപോലെ തന്നെ സ്മോൾ A1 എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ A1, അതായത് ഫ്രീ മൊമെൻറ്റ് ഡയഗ്രാം ഓഫ് ഏരിയ ഓഫ് ഫ്രീ മൊമെൻറ്റ് ഡയഗ്രാം A1ൻ്റെ സെൻറ്റർ ഓഫ് ഗ്രാവിറ്റിയിലേക്കുള്ള ഡിസ്റ്റൻസ് ആണെന്ത്? സ്മോൾ A1. അതായത് ഈ ഒരു പാരബോളൻ്റെ സെൻറ്റർ ഓഫ് ഗ്രാവിറ്റിയിലേക്കുള്ള ഡിസ്റ്റൻസ്. A2 എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ഒരു പാരബോളൻ്റെ സെൻറ്റർ ഓഫ് ഗ്രാവിറ്റിയിലേക്കുള്ള ഡിസ്റ്റൻസ് ആണെന്ത്? സ്മോൾ A2. അതാണെന്ത്? സെക്കൻഡ് ഡയഗ്രാം, അതായത് ഫ്രീ മൊമെൻറ്റ് ഡയഗ്രത്തിനെ പറ്റിയിട്ട് പറയാനുള്ളത്. അടുത്തതാണ് എൻ മൊമെൻറ്റ് ഡയഗ്രാം. എൻ മൊമെൻറ്റ് ഡയഗ്രാം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പം MA, MB, MC എന്ന് പറയുന്നത് ഈ സപ്പോർട്ടിലുള്ള മൊമെൻ്റ് ആണെന്ന് വിചാരിക്കുക. A എന്ന് പറയുന്ന സപ്പോർട്ടിലുള്ള മൊമെൻറ്റ് MA, B എന്ന് പറയുന്ന സപ്പോർട്ടിലുള്ള മൊമെൻറ്റ് MB, C എന്ന് പറയുന്ന സപ്പോർട്ടിലുള്ള മൊമെൻറ്റ് MC. അപ്പം ആ മൊമെൻറ്റിൻ്റെ വാല്യൂസൊക്കെ ഈ സപ്പോർട്ടിലുള്ള മൊമെൻറ്റിൻ്റെ വാല്യൂസൊക്കെ പോസിറ്റീവായിട്ടാണ് എടുത്തത്. അതായത് സാഗിങ് മൊമെൻറ്റ് എന്ന് വെച്ചാൽ എന്താണ്? ഇപ്പോൾ
ഇതാണ് സാഗിങ് മൊമെൻറ്റ്. സാഗിങ് മൊമെൻ്റ് ഒക്കെ എന്താക്കിയിട്ടാണ് എടുത്തത്? പോസിറ്റീവായിട്ടാണ് എടുത്തത്. ഒരു എക്സാമ്പിൾ കേട്ടോ, സാഗിങ് മൊമെൻ്റ് ഒക്കെ പോസിറ്റീവായിട്ട് എടുക്കുക. അപ്പോൾ ഒരു സപ്പോർട്ടിലുള്ള മൊമെൻറ്റ് സാഗിങ് ആണെങ്കിൽ അത് എന്താക്കി എടുക്കുക? പോസിറ്റീവ് ആക്കിയിട്ട് എടുക്കുക. ഇപ്പോൾ MA, MB, MC വാല്യൂ ഈ ഒരു ഡെറിവേഷൻ പർപ്പസിന് പോസിറ്റീവായിട്ടാണ് എടുത്തത്. അതായത് നമ്മൾ ഇത്രയും കാലം പഠിച്ച ഞങ്ങൾ SA1 പഠിച്ച സെയിം സൈൻ കൺവെൻഷൻ സാഗിങ് മൊമെൻറ്റ് എന്താക്കി എടുക്കുക? പോസിറ്റീവ് ആക്കി എടുക്കുക. അപ്പോൾ സപ്പോർട്ടിലുള്ള മൊമെൻറ്റ്സ് ആണ് എന്ത്? MA, MB ആൻഡ് MC. ഇത് മൂന്ന് വാല്യൂ ആണ്. അപ്പോൾ ജോയിൻ ചെയ്യുമ്പോൾ ഇതേപോലെ ഒരു ഷേപ്പ് കിട്ടും. അപ്പോൾ ആ ഒരു ഇതിൻ്റെ സെൻറ്റർ ഓഫ് ഗ്രാവിറ്റി കണ്ടുപിടിക്കാൻ ബുദ്ധിമുട്ടായതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യുക? അതിനെ ട്രയാങ്കിളായിട്ട് സ്പ്ലിറ്റ് ചെയ്യുക. അപ്പം ആദ്യം ഈ ഒരു പോർഷൻ ഒരു ട്രയാങ്കിളാക്കിയിട്ട് 2 ട്രയാങ്കിളാക്കി സ്പ്ലിറ്റ് ചെയ്യുക. അടുത്ത ഈ ഒരു പോർഷനെ നമ്മൾ 2 ട്രയാങ്കിളായിട്ട് സ്പ്ലിറ്റ് ചെയ്യാം. ഇനി ഇതിൻ്റെ സെൻറ്റർ ഓഫ് ഗ്രാവിറ്റി കണ്ടുപിടിക്കണം. അതിന് വേണ്ടിയിട്ട് ഒരു റൈറ്റ് ആംഗിൾ ട്രയാങ്കിളിൻ്റെ സെൻറ്റർ ഓഫ് ഗ്രാവിറ്റി കണ്ടുപിടിക്കാനുള്ള സ്റ്റെപ്പ് അറിയണം. ഒരു റൈറ്റ് ആംഗിൾ ട്രയാങ്കിളിൻ്റെ 90 ഡിഗ്രി ഡിസ്റ്റൻസിൽ നിന്ന് സെൻറ്റർ ഓഫ് ഗ്രാവിറ്റി എവിടെ ഉണ്ടാവുക എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു ഡിസ്റ്റൻസ് ഓഫ് L/3 ആണ് ഉണ്ടാവുക. ഈ പോയിൻറ്റഡ് സൈഡിൽ നിന്ന് 2L/3 ആണ് ഉണ്ടാവുക. അതാണെന്ത്? ഒരു സെൻറ്റർ ഓഫ് ഗ്രാവിറ്റി കണ്ടുപിടിക്കാനുള്ള മെത്തേഡ്. അപ്പം ഇതിനെ നമ്മൾ എന്ത് ചെയ്യുകയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ A3, A4, A5, A6 എന്ന് പറഞ്ഞിട്ട് ഓരോ ട്രയാങ്കിൾ ആക്കിയിട്ട് സ്പ്ലിറ്റ് ചെയ്യാം. അപ്പം A3 എന്ന് പറയുന്നത് ഏരിയ ഓഫ് എൻ മൊമെൻറ്റ് ഡയഗ്രാം ഓഫ് സ്പാൻ AB. അതേപോലെ തന്നെ ഇതും ഏരിയ ഓഫ് എൻ മൊമെൻറ്റ് ഡയഗ്രാം ഓഫ് സ്പാൻ AB. അതായത് ഇതിനെന്ത് ചെയ്ത് നമ്മൾ സ്പ്ലിറ്റ് ചെയ്തതാണ്. അപ്പോൾ ഈ ഏരിയൻ്റെ സെൻറ്റർ ഓഫ് ഗ്രാവിറ്റിയാണ് ഈ ഡോട്ടഡ് ആയിട്ട് കാണിച്ചത്, ഈ ഡിസ്റ്റൻസ്. അപ്പം A3 എന്ന് പറയുന്ന ഏരിയൻ്റെ സെൻറ്റർ ഓഫ് ഗ്രാവിറ്റിൻ്റെ ഡിസ്റ്റൻസ് എത്രയായിരിക്കും? 90 ഡിഗ്രി സൈഡിൽ നിന്ന് എന്തായിരിക്കും? L1/3 ആയിരിക്കും. അതേപോലെ തന്നെ A4ൻ്റെ സെൻറ്റർ ഓഫ് ഗ്രാവിറ്റിയുടെ ഡിസ്റ്റൻസ് എത്രയായിരിക്കും? 90 പോയിൻറ്റഡ് സൈഡ്. ഇതാണ് ഇപ്പോൾ A4 എന്ന് പറഞ്ഞ ട്രയാങ്കിളിൻ്റെ ഏരിയ. അപ്പോൾ പോയിൻറ്റഡ് സൈഡിൽ നിന്ന് എത്രയായിരിക്കും? 2L1/3 ആയിരിക്കും. ഞാൻ ഇവിടെ പറഞ്ഞ പോലെ L1 ലെങ്ത് ആയതുകൊണ്ട് 2L1/3. പിന്നെ എപ്പോഴും ഫസ്റ്റ് സ്പാൻ്റെ ഇപ്പോൾ ABC എന്ന് പറഞ്ഞ് 2 സ്പാനും 3 സപ്പോർട്ടും ആണെങ്കിൽ ഫസ്റ്റ് സപ്പോർട്ടിൻ്റെ എപ്പോഴും ലെഫ്റ്റ് നിന്നാണ് എന്തെടുക്കുക? ഫസ്റ്റ് സപ്പോർട്ടിൽ നിന്നാണ് ഫസ്റ്റ് സ്പാൻ്റെ ഡിസ്റ്റൻസ് എടുക്കുക. അതായത് AB സ്പാൻ്റെ ലെഫ്റ്റ് എന്നുള്ള ഡിസ്റ്റൻസ് ആണ് എന്തെടുക്കുക? സെൻറ്റർ ഓഫ് ഗ്രാവിറ്റിക്ക് എടുക്കുക. അതാണ് രണ്ടും ഇവിടുന്ന് L1/3 ഇവിടുന്ന് 2L1/3 ലെഫ്റ്റ് സപ്പോർട്ട് നിന്ന് എടുത്തത്. ഇനി BC സ്പാൻ്റേത് എപ്പോഴും റൈറ്റ് സപ്പോർട്ടിൽ നിന്നാണ് എടുക്കുക ഡിസ്റ്റൻസ് ഓഫ് സെൻറ്റർ ഓഫ് ഗ്രാവിറ്റി. അപ്പം A5 എന്ന് പറയുന്നത് പോയിൻറ്റഡ് സൈഡിൽ നിന്ന് എത്രയായിരിക്കും? 2L2/3 ആയിരിക്കും. അതേപോലെ തന്നെ A6ൻ്റെ എന്തായിരിക്കും? L2/3 ആയിരിക്കും. 90 ഡിഗ്രി സൈഡിൽ നിന്നാണ് വേണ്ടിയത്. അപ്പം ഞാൻ മുന്നേ പറഞ്ഞ പോലെ L/3 ആയിരിക്കും. L2 അതിനെക്കൊണ്ട് എന്തായിരിക്കും? L2/3. ഇത് റൈറ്റ് സൈഡിൽ നിന്നാണ് ഡിസ്റ്റൻസ് എടുക്കുക. ഇത് എവിടെ നിന്നാണ് എടുക്കുക? ലെഫ്റ്റ് സൈഡിൽ നിന്നാണ് ഡിസ്റ്റൻസ് എടുക്കുക. 90 ഡിഗ്രി സൈഡിൽ നിന്ന് L/3യും പോയിൻറ്റഡ് സൈഡിൽ നിന്ന് എന്തായിരിക്കും? 2L/3 ആയിരിക്കും. ഇതാണെന്ത്? 3 ഫിഗേഴ്സ്. ഈ 3 ഫിഗേഴ്സും ഡെറിവേഷന് എന്തായാലും വരയ്ക്കുക. ഇനി പിന്നൊരു കാര്യം പറയാനുള്ളത്, ഈ സ്മോൾ A1 സ്മോൾ A2 അതായത് സെൻറ്റർ ഓഫ് ഗ്രാവിറ്റിയിലേക്കുള്ള ഡിസ്റ്റൻസ് ഈ ഫ്രീ മൊമെൻറ്റ് ഡയഗ്രത്തിൻ്റെതും ഇതേപോലെ തന്നെ എപ്പോഴും ലെഫ്റ്റ് സപ്പോർട്ട് എന്നാണ് എടുക്കുക. അതായത് 3 സക്സസീവ് സപ്പോർട്ട്സ് ഉണ്ടാകുമ്പോൾ ഫസ്റ്റ് സപ്പോർട്ട് എന്നാണ് എന്തെടുക്കുക? AB സ്പാൻ്റെ ഫസ്റ്റ് സ്പാൻ്റെ സെൻറ്റർ ഓഫ് ഗ്രാവിറ്റിയിലേക്കുള്ള ഡിസ്റ്റൻസ് എടുക്കുക. അതേപോലെ തന്നെ സെക്കൻഡ് സ്പാൻ്റേത് എപ്പോഴും റൈറ്റ് സപ്പോർട്ടിലേക്കാണ് എന്തെടുക്കുക? സെൻറ്റർ ഓഫ് ഗ്രാവിറ്റിൻ്റെ ഡിസ്റ്റൻസ് എടുക്കുക. അതും ഓർത്ത് വെക്കുക. പിന്നെ പിന്നെന്താ പറയാനുള്ളതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇനി നമ്മളിതിൻ്റെ ഡെറിവേഷനിലേക്ക് കിടക്കുകയാണ്. അപ്പോൾ ഇതിൻ്റെ ഡെറിവേഷനിലേക്ക് കിടക്കുമ്പം ഒരു കാര്യം ആലോചിക്കാനുള്ള എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ഡെറിവേഷൻ ത്രൂ ഔട്ട് നമ്മൾ ഉപയോഗിക്കുന്ന കൺസിസ്റ്റൻസി കണ്ടീഷൻ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സ്ലോപ്പ് അറ്റ് മിഡ് സ്പാൻ, സ്ലോപ്പ് അറ്റ് മിഡിൽ സപ്പോർട്ട്, അതായത് ഈ B എന്ന് പറയുന്ന മിഡിൽ സപ്പോർട്ടിൽ ഉണ്ടാവുന്ന സ്ലോപ്പ് മെയ്ഡ് ബൈ ദ ലെഫ്റ്റ് സ്പാൻ, അതായത് ലെഫ്റ്റ് സ്പാന് മിഡിൽ സപ്പോർട്ടിൽ ഉണ്ടാക്കുന്ന സ്ലോപ്പും റൈറ്റ് സ്പാന് മിഡിൽ സപ്പോർട്ടിൽ ഉണ്ടാക്കുന്ന സ്ലോപ്പ് എന്തായിരിക്കും? ഈക്വൽ ആയിരിക്കും. ആ ഒരു കൺസിസ്റ്റൻസി കണ്ടീഷൻ വെച്ചിട്ടാണ് ഈ ത്രൂ ഔട്ട് ഡെറിവേഷൻ എന്ത് ചെയ്യണത്? നമ്മൾ ചെയ്യണത്. സെൻറ്റർ സപ്പോർട്ട് മിഡിൽ സപ്പോർട്ടിൽ ഉണ്ടാക്കുന്ന സ്ലോപ്പ് ബൈ ലെഫ്റ്റ് സ്പാനും അതേപോലെ തന്നെ റൈറ്റ് സ്പാൻ എന്തായിരിക്കും? ഈക്വൽ ആയിരിക്കും. അതാണ് നമ്മൾ ത്രൂ ഔട്ടിന് ഉപയോഗിക്കുന്ന കൺസിസ്റ്റൻസി കണ്ടീഷൻ. അതേപോലെ തന്നെ 3 മൊമെൻറ്റ് ഇക്വേഷൻ എപ്പോഴും നമ്മൾ കണ്ടിന്യൂസ് ബീമിനെ എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, അല്ലെങ്കിൽ കണ്ടിന്യൂസ് സപ്പോർട്ട്സിനെ എന്ത് ചെയ്യാൻ പറ്റുള്ളൂ? യൂസ് ചെയ്യാൻ പറ്റുള്ളൂ. പിന്നെ ഒരു കാര്യം പറയാനുള്ളത്, ഇനി ഇതിൻ്റെ കാൽക്കുലേഷൻ തുടങ്ങാൻ വേണ്ടിയിട്ട് ഡെറിവേഷൻ തുടങ്ങാൻ വേണ്ടിയിട്ട് ആദ്യം നമ്മൾ ഫിഗർ ചെയ്യുന്നത് എന്തെടുക്കുകയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സ്ലോപ്പ് എടുക്കുക. ഫസ്റ്റ് ഫിഗർ എന്തെടുക്കുകയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സ്ലോപ്പ് എടുക്കുക. സ്ലോപ്പ് എന്ന് പറയുന്നത് ആദ്യം ടാൻ തീറ്റ ആണ് സ്ലോപ്പ് കിട്ടാൻ വേണ്ടിയിട്ട് ടാൻ തീറ്റ എടുക്കുക. ടാൻ തീറ്റ ഈക്വൽ ടു ആദ്യം ലെഫ്റ്റ് സ്പാൻ എടുക്കുക. ടാൻ തീറ്റ ഈക്വൽ ടു ഓപ്പോസിറ്റ് ബൈ അഡ്ജസൻ്റ് ആണ്. ഓപ്പോസിറ്റ് എന്താണ്? A1' A2' ഡിവൈഡഡ് ബൈ അഡ്ജസൻ്റ് എന്താണ്? L1. അപ്പോൾ A1' A2' ബൈ L1. ഇനി ഈക്വൽ ടു സ്ലോപ്പ് സെയിം ആയിരിക്കുന്നതാണല്ലോ. അപ്പം റൈറ്റ് സ്പാൻ എടുക്കുക. ടാൻ തീറ്റ ഈക്വൽ ടു ഓപ്പോസിറ്റ് C1 C2 ഡിവൈഡഡ് ബൈ അഡ്ജസൻ്റ് എന്താണ്? ലെങ്ത് L2.
അപ്പോൾ C1 C2 ബൈ L2. ഇനി ഈ A1 ഡാഷ് ആദ്യം ഇനി ലെഫ്റ്റ് സൈഡിലുള്ള ആൾക്കാരെ ഷോർട്ട് ആക്കുക. അപ്പോൾ L1 അവിടെ നിൽക്കട്ടെ, A1 ഡാഷ് A2 ഡാഷ് എടുക്കുക. ഇനി A1 ഡാഷ് A2 ഡാഷ് എന്താണെന്ന് നോക്കുക. A1 ഡാഷ് A2 ഡാഷ് എന്ന് വെച്ചാൽ ഈ ഒരു ഡിസ്റ്റൻസാണ്. A1 ഡാഷ് A2 ഡാഷ് കിട്ടാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്താൽ മതി? ഈ H എന്ന് എന്ത് മൈനസ് ചെയ്താൽ മതി? A2 ഡാഷ് മൈനസ് ചെയ്താൽ മതി. അതായത് A1 ഡാഷ് A2 ഡാഷ് കിട്ടാൻ വേണ്ടിയിട്ട് ഈ H ഡിസ്റ്റൻസിൽ എന്ത് മൈനസ് ചെയ്യുക? A2 ഡാഷ് മൈനസ് ചെയ്യുക. അതാണ് അവിടെ എഴുതിയത്. ഇനി H അവിടെ നിൽക്കട്ടെ, ഈക്വൽ ടു H മൈനസ് A2 ഡാഷ് എന്താണെന്ന് നോക്കുക. ഈ A2 ഡാഷ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഡിഫ്ലക്ഷൻ ഓഫ് A ഫ്രം ടാൻജൻറ്റ് ഓഫ് B. ഈ B എന്നുള്ള ടാൻജൻ്റാണിത്. അപ്പോൾ B എന്നുള്ള ടാൻജൻറ്റിൽ നിന്ന് എൻ്റെ ഡിഫ്ലക്ഷനാണ് എന്ത്? A2 ഡാഷ്. അതാണ് അവിടെ എഴുതിയത്. ഇനി ഡിഫ്ലക്ഷൻ കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് പണ്ട് നിങ്ങൾ MOS പഠിച്ചൊരു 2 തിയറംസ് ഉണ്ട്, മൊമെൻ്റ് ഏരിയ തിയറംസ്. ഫസ്റ്റ് തിയറം പറയുന്നത് സ്ലോപ്പിനെ പറ്റിയിട്ടാണ്. സെക്കൻഡ് തിയറം പറയുന്നത് ഡിഫ്ലക്ഷനെ പറ്റിയിട്ടാണ്. ഇത് നിങ്ങൾ മുന്നേ പഠിച്ചതാണ്, ഞാൻ നോട്ടിൽ ഇതിൻ്റെ തിയറംസ് ആഡ് ചെയ്തിരിക്കണം. അപ്പം സ്ലോപ്പ് കിട്ടാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്താൽ മതി എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഏരിയ ഓഫ് M/A ഡയഗ്രാം എടുത്താൽ മതി. ഏരിയ ഓഫ് M/A ഡയഗ്രാം. ഡിഫ്ലക്ഷൻ കിട്ടാൻ വേണ്ടിയിട്ട് എന്തെടുക്കണമെന്ന് വെച്ചാൽ മൊമെൻ്റ് ഓഫ് M/A ഡയഗ്രാം എടുക്കുക. മൊമെൻ്റ് ഓഫ് M/A ഡയഗ്രാം എടുക്കുക. ഇനി ഡിഫ്ലക്ഷൻ കിട്ടാൻ വേണ്ടിയിട്ട് ഇപ്പം ഡിഫ്ലക്ഷൻ ഓഫ് A ആണ് വേണ്ടെങ്കിൽ മൊമെൻ്റ് ഓഫ് M/A ഡയഗ്രാം എബൌട്ട് A എടുക്കണം. ഏത് പോയിന്റിലേക്കാണോ നിങ്ങൾക്ക് ഡിഫ്ലക്ഷൻ വേണ്ടിയത് ആ പോയിന്റിലേക്ക് എന്തെടുക്കണം? മൊമെൻ്റ് എടുക്കണം. മൊമെൻ്റ് എടുക്കുമ്പോൾ എപ്പോഴും ഒരു പോയിന്റ് എബൌട്ട് ആയിട്ടാണ് എടുക്കുക. അപ്പം ഏത് പോയിന്റിലേക്കാണോ ഡിഫ്ലക്ഷൻ വേണ്ടിയത് ആ പോയിന്റിലേക്ക് എബൌട്ട് ആയിട്ട് എന്തെടുക്കുക? മൊമെൻ്റ് എടുക്കുക. പിന്നെ അപ്പം അതാണ് എന്ത്? മൊമെൻ്റ് ഏരിയ തിയറംസ്. അപ്പം ഡിഫ്ലക്ഷൻ ഓഫ് A ഫ്രം ടാൻജൻറ്റ് ഓഫ് B ആണ് വേണ്ടിയത്. ഇനി അത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ മൊമെൻ്റ് കൺസിഡർ ചെയ്യുമ്പം ഇപ്പം ഡിഫ്ലക്ഷൻ ഓഫ് A ഫ്രം ടാൻജൻറ്റ് ഓഫ് ബീൻ്റെ ടാൻജൻറ്റ് എന്നുള്ള ഡിഫ്ലക്ഷൻ ഓഫ് A കൺസിഡർ ചെയ്യുമ്പം ഈ ബീൻ്റെ എൻ്റെ ഇടയിലുള്ള ആ ഒരു പോർഷൻ്റെ മാത്രം എന്ത് കൺസിഡർ ചെയ്താൽ മതി? മൊമെൻ്റ് കൺസിഡർ ചെയ്താൽ മതി. അതായത് മൊമെൻ്റ് ഓഫ് M/A ഡയഗ്രാം ബിറ്റ്വീൻ ബീൻ്റെ എൻ്റെ ഇടയിലുള്ള റീജിയൻ എബൌട്ട് A, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ Aക്ക് എബൌട്ട് ആയിട്ട് ബിറ്റ്വീൻ B and A മാത്രം എടുത്താൽ മതി. അതാണ് അവിടെ എഴുതിയത്. ഈക്വൽ ടു HA മൈനസ്. ഇനി M/Aയിൽ 1/A എന്തെടുക്കുക? പുറത്തെടുക്കുക. പിന്നെ ഫസ്റ്റ് സ്പാൻ അതിനെക്കൊണ്ട് I1. അപ്പം HA മൈനസ് 1/I1 ഇൻറ്റു മൊമെൻ്റ് ഓഫ് M/A ഡയഗ്രാം എന്നാണ്. അപ്പം ഈക്വൽ ടു HA മൈനസ് മൊമെൻ്റ് ഓഫ് M/A ഡയഗ്രാം ബിറ്റ്വീൻ B and A എബൌട്ട് A എന്നാണ്. അപ്പം അതിലുള്ള 1/A പുറത്തെടുക്കുക. ഫസ്റ്റ് സ്പാൻ കൊണ്ട് I എന്താവും? I1 ആവും. അപ്പോൾ HA മൈനസ് 1/I1 ഇൻറ്റു മൊമെൻ്റ് ഡയഗ്രാം ബിറ്റ്വീൻ B and A എബൌട്ട് A. മൊമെൻ്റ് ഡയഗ്രാംസ് ഇവിടെ ഇപ്പോൾ 2 മൊമെൻ്റ് ഡയഗ്രാംസ് ഉണ്ട്. ഒന്ന് ഫ്രീ മൊമെൻ്റ് ഡയഗ്രാം, ഒന്ന് എൻ മൊമെൻ്റ് ഡയഗ്രാം. അപ്പോൾ ബിറ്റ്വീൻ B and A എന്ന് പറയും, ബിറ്റ്വീൻ B and A എബൌട്ട് A ആണ് എടുക്കേണ്ടത്. അപ്പം അതിനെ കൊണ്ടാണ് എല്ലാം എൻ്റെ അങ്ങോട്ടേക്ക് നമ്മൾ ഡിസ്റ്റൻസ് ചെയ്തത്. അപ്പം ബിറ്റ്വീൻ B and A പറയുമ്പോൾ AB സ്പാനും ഇവിടെയുള്ള AB സ്പാനും. അപ്പം ഈക്വൽ ടു HA മൈനസ് 1/I1 ഇൻറ്റു ഫസ്റ്റ് ഈ പോർഷൻ. അപ്പം A1 ഇൻറ്റു സ്മോൾ A1 അതാണ് ഇവിടെ എഴുതിയത്. പ്ലസ് അടുത്ത ബിറ്റ്വീൻ B and A എന്ന് പറയുമ്പോൾ ഇവിടെ AB സ്പാൻ പ്ലസ് അടുത്ത എന്താണ്? A3 ഇൻറ്റു മൊമെൻ്റ് ഡയഗ്രാംസ് എന്നല്ല. അപ്പം A3 ഇൻറ്റു ഡിസ്റ്റൻസ് L1/3 പ്ലസ് A4 ഇൻറ്റു എയിലേക്കുള്ള ഡിസ്റ്റൻസ് 2L1/3. അതാണ് അവിടെ എഴുതിയത്. ഈക്വൽ ടു HA മൈനസ് 1/I1 ഇൻറ്റു ക്യാപിറ്റൽ A1 സ്മോൾ A1 പാരബോളൻ്റെ ഏരിയ അങ്ങനെ തന്നെ വെക്കുക ഇൻറ്റു സ്മോൾ A1 പ്ലസ് ഹാഫ് ഇൻറ്റു ഏരിയ ഓഫ് A3 എന്ന് പറയുന്നത് എന്താണ്? ഹാഫ് BH ഏരിയ ഓഫ് എ ട്രയാങ്കിൾ. ഹാഫ് ഇൻറ്റു ഹൈറ്റ് എത്രയാണ്? MA ഇൻറ്റു ലെങ്ത് എത്രയാണ്? L1 ഇൻറ്റു L1/3 പ്ലസ് A4 എന്താണ്? ഹാഫ് BH. ഹാഫ് ഇൻറ്റു ഹൈറ്റ് എന്താണ്? MB ഇൻറ്റു ലെങ്ത് എന്താണ്? L1 ഇൻറ്റു 2L1/3 ഈക്വൽ ടു HA മൈനസ് 1/I1 ഇൻറ്റു A1 പ്ലസ് ഇതിന് മൾട്ടിപ്ലൈ ചെയ്യാം. അപ്പം 1/6 MA L1² എന്ന് കിട്ടും പ്ലസ് MB ഇൻറ്റു L1²/3 എന്ന് കിട്ടും. കട്ട് ചെയ്യാനുള്ളതൊക്കെ കട്ട് ചെയ്തിട്ടുണ്ട്. ഈക്വൽ ടു HA മൈനസ് 1/I1 ഇൻറ്റു LCM എടുക്കുക. LCM എന്താ വരിക? 6 ആണ് വരിക. അപ്പം ഇവിടെ 6 വരാൻ വേണ്ടിയിട്ട് മുകളിലും താഴത്തും എന്ത് ചെയ്യുക? 6 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക. LCM എല്ലാവർക്കും അറിയണ്ടാവുമെന്ന് വിചാരിക്കണം. അപ്പം മുകളിലും താഴത്തും 6 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക. അപ്പോൾ 6A1 ഡിവൈഡഡ് ബൈ 6 എന്ന് വരും. ഇവിടെ 1/6 MA L1² ഉണ്ട് പ്ലസ് ഇതിനെ 6 ആക്കാൻ എന്ത് ചെയ്യുക? മുകളിലും താഴത്തും 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാം. അപ്പോൾ ഡിവൈഡഡ് ബൈ 6 എല്ലാത്തിലും ഡിനോമിനേറ്ററിൽ 6 ആയി. അപ്പോൾ ഹോൾ ഡിവൈഡഡ് ബൈ 6A1 പ്ലസ് MA ഇൻറ്റു L1² പ്ലസ് 2MB L1²/6 എന്ന് കിട്ടും. അപ്പം എല്ലാത്തിനും 6 ഉള്ളതിനെ കൊണ്ട് എന്ത് ചെയ്യുക? ഹോൾ ഡിവൈഡഡ് ബൈ 6 എന്ന് എഴുതുക. അടുത്ത സ്റ്റെപ്പിൽ HA മൈനസ് 1/6 ഹോൾ ഡിവൈഡഡ് ബൈ 6 എന്ത് ചെയ്യുക? പുറത്തേക്ക് എടുക്കുക. 1/6 I1 ഇൻറ്റു
6a1 a1 plus ma l1 square plus 2mb l1 square. അപ്പോൾ a1 dash a2 dash ഈക്വൽ ടു ഇതാണ് നമ്മൾ ഫസ്റ്റ് ചെയ്ത് ഓർമ്മ ഉണ്ടാവും. a1 dash a2 dash ഈക്വൽ ടു എന്താണ് അപ്പം ha മൈനസ് 1/6a1 ഇൻറ്റു 6a1 a1 പ്ലസ് ma l1 സ്ക്വയർ പ്ലസ് 2mb l1 സ്ക്വയർ. ഇനി ഇക്വേഷൻ ബി എന്ന് കൊടുക്കുക. ഇനി അപ്പോൾ ഏതാണ് ഇക്വേഷൻ എ എന്നുള്ളതാണ് നമ്മൾ ഫസ്റ്റ് ചെയ്ത tan θ ഈക്വൽ ടു a1 dash a2 dash ബൈ l1 ഈക്വൽ ടു c1 c2 ബൈ l2 എന്ന് കൊടുക്കുക. ഇക്വേഷൻ എ എന്ന് കൊടുക്കുക. ഞാൻ നേരത്തെ പറയാൻ വിട്ടു ഇതാണ് ഇക്വേഷൻ എ എന്ന് കൊടുക്കുക. അപ്പോൾ ലെഫ്റ്റ് സൈഡ് ഫുള്ള് കംപ്ലീറ്റ് ചെയ്യാൻ എന്തെടുക്കുക, റൈറ്റ് സൈഡ് എടുക്കുക. c1 c2 എന്ന് വെച്ചാൽ എന്താണ്, ഈ ഒരു ഡിസ്റ്റൻസ് ആണ് c1 c2. അപ്പോൾ c1 c2 എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ c2 ഈ c2 എന്ന് എന്ത് മൈനസ് ചെയ്താൽ മതി, hc മൈനസ് ചെയ്താൽ മതി. അതാണ് c2 മൈനസ് hc. ഇനി c2 എന്താണെന്ന് നോക്കുക. c2 എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഡിഫ്ലക്ഷൻ ഓഫ് c ഫ്രം ടാൻജൻറ്റ് ഓഫ് ബി ആണ്. ബീൻ്റെ ടാൻജൻറ്റ് നിന്ന് സീൻ്റെ ഡിഫ്ലക്ഷൻ ആണ് എന്ത്, c2. അപ്പോൾ ഡിഫ്ലക്ഷൻ ഓഫ് c ഫ്രം ടാൻജൻറ്റ് ഓഫ് ബി കാണാൻ വേണ്ടിയിട്ട് നമുക്ക് എന്തെടുത്താൽ മതി, മൊമെൻറ്റ് ഓഫ് m/a ഡയഗ്രാംസ് എടുത്താൽ മതി. മൊമെൻ്റ് ഏരിയ തിയറംസിൽ രണ്ടാമത്തെ തിയറായിട്ടുള്ള ഡിഫ്ലക്ഷൻ്റെ തിയർ എടുക്കുക. മൊമെൻറ്റ് ഓഫ് m/a ഡയഗ്രാം ബിറ്റ്വീൻ ബി ആൻഡ് സി എബൌട്ട് സി. മൊമെൻ്റ് ഏരിയ തിയറംസിൻ്റെ നോട്ടിൽ ഞാൻ ആഡ് ചെയ്തിരിക്കുന്നത്. അതിൽ കറക്റ്റ് ഡെഫിനിഷനും കാര്യങ്ങളൊക്കെ ഉണ്ട്, നിങ്ങൾ മുന്നേ പഠിച്ചതാണ്, വിട്ടുപോയിട്ടുള്ളവർ അത് നോക്കിയാൽ മതി. ഇനി ഡിഫ്ലക്ഷൻ ഓഫ് സി ഫ്രം ടാൻജൻറ്റ് ഓഫ് ബി മൈനസ് hc. അപ്പം ഈക്വൽ ടു മൊമെൻറ്റ് ഓഫ് m/a ഡയഗ്രാം ബിറ്റ്വീൻ ബി ആൻഡ് സി എബൌട്ട് സി എന്ന് കിട്ടും, മൈനസ് hc. ഇനി മൊമെൻറ്റ് ഓഫ് m/a ഡയഗ്രാം എന്ന് പറയുമ്പോൾ മൊമെൻറ്റ് ഡയഗ്രാംസ് ആണ്. ഇപ്പോൾ ഇവിടെ രണ്ട് മൊമെൻറ്റ് ഡയഗ്രാംസ് ഉള്ളത്, ഫ്രീ മൊമെൻറ്റ് ഡയഗ്രാം, എൻ മൊമെൻറ്റ് ഡയഗ്രാം. അപ്പം ബി സി സ്പാനിലുള്ള ഫ്രീ മൊമെൻറ്റ് ഡയഗ്രത്തിൻ്റെ എൻ മൊമെൻറ്റ് ഡയഗ്രത്തിൻ്റെ എന്ത് കാണുക, മൊമെൻറ്റ് കാണുക. അപ്പം 1/a പുറത്തെടുക്കുക. അപ്പോൾ 1/a I2 സെക്കൻഡ് സ്പാനിനെ കൊണ്ട് I2 ഇൻറ്റു ഫസ്റ്റ് ഉള്ളത് എന്താണ്, ഫ്രീ മൊമെൻറ്റ് ഡയഗ്രാണ്. അപ്പം a2 ഇൻറ്റു സ്മോൾ a2 എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എന്താ, സെൻറ്റർ ഓഫ് ഗ്രാവിറ്റിയുടെ ഡിസ്റ്റൻസ് ടുവേർഡ്സ് സി. അപ്പോൾ സ്മോൾ a2 പ്ലസ് a5 ഇൻറ്റു സിയിലേക്കുള്ള ഡിസ്റ്റൻസ് 2l2/3 പ്ലസ് a6 ഇൻറ്റു l2/3 മൈനസ് hc ഈക്വൽ ടു 1/e I2 ഇൻറ്റു ഇനി ഈ ഏരിയാസിനൊക്കെ മാറ്റുക. a2 പാരബോളിൻ്റെ മാറ്റണ്ട. പ്ലസ് a5 എന്താണ്, ഹാഫ് ബി എച്ച് ആണ്. അപ്പോൾ ഹാഫ് ഇൻറ്റു ഹൈറ്റ് എന്താണ് mb ഇൻറ്റു ലെങ്ത് എന്താണ് l2 ഇൻറ്റു 2l2/3 പ്ലസ് ഹാഫ് ഇൻറ്റു അടുത്ത എന്താണ് ഹൈറ്റ് mc ഇൻറ്റു ലെങ്ത് എന്താണ് l2 ഇൻറ്റു l2/3 മൈനസ് hc. അപ്പം 1/e I2 ഇൻറ്റു a2 പ്ലസ് mb l2 സ്ക്വയർ/3 പ്ലസ് mc l2 സ്ക്വയർ/6 മൈനസ് hc എന്ന് കിട്ടും. ഇനി ഇതിൽ LCM എടുക്കുക. a2 എന്തല്ല LCM അല്ല. അപ്പം ഡിവൈഡഡ് ബൈ 6 ഇൻറ്റു 6 ചെയ്യാം. ഇതിൽ LCM എന്താണ്, 6 ആണ്. അതേപോലെ തന്നെ 3 എന്താക്കണം, 6 ആക്കണം. അപ്പോൾ ഇൻറ്റു 2 മുകളിൽ അപ്പം എന്ത് ചെയ്യുക, മാക്സ് ആയതിനെ കൊണ്ട് ഇൻറ്റു 2 ചെയ്യുക. അപ്പം അതാണ് LCMൻ്റെ പ്രിൻസിപ്പിൾ. എന്താണോ താഴത്തെ മൾട്ടിപ്ലൈ ആണ് അതന്നെ മുകളിൽ എന്ത് ചെയ്യണം, മൾട്ടിപ്ലൈ ആണ്. അപ്പോൾ ഇവിടെ താഴത്തും മുകളിൽ എന്ത് ചെയ്യുക, 6 വെച്ച് മൾട്ടിപ്ലൈ ചെയ്ത് ഇവിടെ 6 ആക്കാൻ വേണ്ടിയിട്ട് 3 എന്ത് വെച്ച് മൾട്ടിപ്ലൈ ചെയ്യുക, 2 മുകളിൽ എന്ത് ചെയ്യുക, ആ 2 മുകളിൽ മൾട്ടിപ്ലൈ ചെയ്യുക പ്ലസ് mc l2 സ്ക്വയർ/6 മൈനസ് hc. ഇനി c1 c2 ഈക്വൽ ടു 1/, ഇനി ഈ എല്ലായിടത്തിലും ബൈ 6 ആയതിനെ കൊണ്ട് ആ 6 എന്ത് ചെയ്യുക, പുറത്തെടുക്കുക. 6a2 പ്ലസ് 2mb l2 സ്ക്വയർ പ്ലസ് mc l2 സ്ക്വയർ മൈനസ് hc എന്ന് കിട്ടും. അതിന് ഇക്വേഷൻ സി എന്ന് കൊടുക്കുക. ഇനി ഇതിനെ ഫർദർ റെഡ്യൂസ് ചെയ്യാനില്ല, സി എന്ന് കൊടുക്കുക. ഇനി ബീനെ സീനെ അവിടെ കൊണ്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക, എയിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. അപ്പോൾ എയിൽ എന്താണ്, a1 dash a2 dash ബൈ l1. ഇപ്പോൾ ഇതാണ് a1 dash a2 dash. അപ്പോൾ അതിൻ്റെ കൂടെ എന്ത് വരും, l1 എന്ന് വരും. അപ്പോൾ ha/l1 മൈനസ് 1/6 e I1 എന്നാണ് ഇതുള്ളത്. അപ്പം കൂടെ l1 കൂടി വരും. ഇൻറ്റു 6a1 പ്ലസ് ma l1 സ്ക്വയർ പ്ലസ് 2mb l1 സ്ക്വയർ എന്ന് വരും. ഈക്വൽ ടു c1 c2 ബൈ l2 ആണ്. അപ്പം ഇതാണ് c1 c2 ടേംസ്. അതിൻ്റെ കൂടെ എന്ത് വരും, ബൈ l2 വരും. അപ്പോൾ 6e I2 l2 എന്ന് വരും. ഇൻറ്റു 6a2 പ്ലസ് 2mb l2 സ്ക്വയർ പ്ലസ് mc l2 സ്ക്വയർ മൈനസ് hc ഡിവൈഡഡ് ബൈ ഇതേപോലെ തന്നെ l2 എന്ന് വരും. ഇനി ഇതിന് എന്ത് ചെയ്യണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എല്ലാ ടേംസിലും എന്തുണ്ട്, 6 ഉണ്ട്. എല്ലാ ടേംസിലും 6 ഇല്ല, ഈ രണ്ട് ടേംസിലും എന്തുണ്ട്, 6 ഉണ്ട്. അപ്പം അടുത്ത സ്റ്റെപ്പ് എന്താണ്, മൾട്ടിപ്ലൈ ത്രൂ ഔട്ട് ബൈ 6. അടുത്ത സ്റ്റെപ്പിൽ മൾട്ടിപ്ലൈ ത്രൂ ഔട്ട് ബൈ 6 വെച്ചിട്ട് മൾട്ടിപ്ലൈ ചെയ്ത് മുന്നത്തെ സ്റ്റെപ്പാണ്. അപ്പോൾ 6 വെച്ച് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 6ha/l1 മൈനസ് 6 എന്താവും, കട്ടാവും. അപ്പോൾ I1 L1 ത്രൂ ഔട്ട് അതിൻ്റെ ഉള്ളിലേക്ക് എന്ത് ചെയ്യാം, മൾട്ടിപ്ലൈ ചെയ്യാം. അപ്പോൾ 6a1 ഡിവൈഡഡ് ബൈ I1 L1 പ്ലസ് ma l1 സ്ക്വയർ ഡിവൈഡഡ് ബൈ I1 L1 പ്ലസ് 2mb l1 സ്ക്വയർ ബൈ I1 L1 ഈക്വൽ ടു 6e. അടുത്ത മറ്റേ സൈഡിൽ എന്ത് ചെയ്യുക, 6നെ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ രണ്ടും എന്താവും, കട്ടാവും. 6 കട്ടാവും. അപ്പോൾ 1/6 ബ്രാക്കറ്റ് മൾട്ടിപ്ലൈ. അപ്പോൾ 6a2 ഡിവൈഡ് ബൈ I2 L2 പ്ലസ് 2mb l2 സ്ക്വയർ ഡിവൈഡഡ് ബൈ I2 L2 പ്ലസ് mc l2 സ്ക്വയർ ബൈ I2 L2 മൈനസ് 6e hc ഡിവൈഡഡ് ബൈ L2 എന്ന് വരും. ഇവിടെ hcൻ്റെ കൂടെ എന്ത് വരും, 6e വരും. അപ്പോൾ ഈ ഒരു സ്റ്റെപ്പ് ഇത് മനസ്സിലാൻ വേണ്ടിയിട്ട് ചെയ്തതാണ്. ഇനി അടുത്ത് ഇതിനെ റീഅറേഞ്ച് ചെയ്തിട്ട് റിക്വയർഡ് 3 മൊമെൻറ്റ് ഇക്വേഷൻ എഴുതുക. പിന്നെ അടുത്ത സ്റ്റെപ്പിൽ ഇതിനെ റീഅറേഞ്ച് ചെയ്യുക എന്നുള്ളതാണ്. റീഅറേഞ്ച് ചെയ്യാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യുകയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ma mb mcനെ എന്ത് ചെയ്യുക, ഒരു സൈഡിലേക്ക് കൊണ്ടുവരിക.
അടുത്ത സ്റ്റെപ്പിൽ ഇന്ന് റീഅറേഞ്ച് ചെയ്യാണ്. റീഅറേഞ്ച് ചെയ്യാൻ വേണ്ടിയിട്ട് എം എ എം ബി എം സി ലെഫ്റ്റ് സൈഡിലും ബാക്കിയുള്ളതൊക്കെ റൈറ്റ് സൈഡിലും ആക്കുക. അതായത് എം എ എം ബി എം സി എന്താണ് പ്ലസ് ആക്കണം, ബാക്കിയുള്ളതൊക്കെ സൈൻ എന്തായാലും കുഴപ്പമില്ല. എച്ച് എച്ച് അതേപോലെ തന്നെ പ്ലസ് ആക്കി വെക്കുക. അപ്പം എം എ മൈനസ് ഉള്ളതിന് നേരെ അങ്ങോട്ടും ഉണ്ടാവും. അപ്പം എം എ ഇൻറ്റു ഇവിടെ രണ്ട് L1 ഉണ്ട്, അപ്പം കട്ട് ചെയ്യാം, സ്ക്വയറും ആ L1ഉം കട്ട് ചെയ്യാം. അപ്പോൾ എം എ ഇൻറ്റു L1/I1 പ്ലസ് 2MB ഇൻറ്റു L1 അതേപോലെ തന്നെ അവിടെയും കട്ട് ചെയ്യുക. അപ്പോൾ L1 ഇൻറ്റു I1. പിന്നെ ഇവിടെ ഉള്ള ഈ മൈനസ്, ഇത് മൈനസാണ്, അപ്പോൾ അതിനെ അങ്ങോട്ട് കൊണ്ടുപോകുമ്പം ഇവിടെ പ്ലസ് 2MB ഇൻറ്റു I2/L2 ഇവിടെ കോമൺ ആക്കിയിട്ട് 2MB എടുക്കുക. അപ്പോൾ L1/I1 പ്ലസ് L2/I2 പ്ലസ് MC ഇൻറ്റു ഇതും ഇതേപോലെ തന്നെ സ്ക്വയർ ഈ 2ഉം ഈ L2ഉം കട്ട് ചെയ്യാം, ഈ L2ഉം കട്ട് ചെയ്യാം. അപ്പോൾ MC ഇൻറ്റു L2/I2 എന്ന് വരും, ഈക്വൽ ടു മൈനസ് 6 ഇൻറ്റു A1 ഡിവൈഡഡ് ബൈ I1 L1. ഈ പ്ലസിന് അങ്ങോട്ട് കൊണ്ടുപോകുക. അപ്പോൾ മൈനസ് 6 ഇൻറ്റു A2 ഡിവൈഡഡ് ബൈ I2 L2 പ്ലസ് 6 HA/L1 പ്ലസ് ഈ മൈനസിന് അങ്ങോട്ട് കൊണ്ടുപോകുമ്പോൾ പ്ലസ് 6 HC/L2. അപ്പോൾ റീഅറേഞ്ച് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? ഈ റിക്വയർഡ് 3 മൊമെൻറ്റ് ഇക്വേഷൻ കിട്ടും. ഇനി ഇത് ഒറ്റ സ്റ്റെപ്പിൽ ഈ മൾട്ടിപ്ലൈങ് ത്രൂ ഔട്ട് ബൈ 6C ആൻഡ് റീഅറേഞ്ചിങ് വി ഗെറ്റ് എന്ന് പറഞ്ഞിട്ട് ഇത് ഒറ്റ സ്റ്റെപ്പിൽ എഴുതിയാലും കുഴപ്പമില്ല. ഞാൻ പിന്നെ മനസ്സിലാൻ വേണ്ടി ഇങ്ങനെ 2 സ്റ്റെപ്പ് എഴുതിയെന്നുള്ളൂ. ഇത് സ്കിപ്പ് ചെയ്താലും എന്തില്ല, കുഴപ്പമില്ല. മൾട്ടിപ്ലൈങ് ത്രൂ ഔട്ട് ബൈ 6C ആൻഡ് റീഅറേഞ്ചിങ് വി ഗെറ്റ് എന്ന് പറഞ്ഞിട്ട് എന്ത് ചെയ്താൽ മതി? ഈ ഒരു ഇക്വേഷൻ എഴുതിയാലും മതി. ഇത് പഠിച്ചു വെച്ചിട്ട് നിങ്ങളെന്തായാലും എക്സാം ക്വസ്റ്റ്യനൊക്കെ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഓർമ്മ വരും. അപ്പം അങ്ങനെ എഴുതിയാലും കുഴപ്പമില്ല. ഈ ഒരു സ്റ്റെപ്പിൻ്റെ എന്തില്ല, ആവശ്യമില്ല. ഇതാണ് എന്ത് റിക്വയർഡ് 3 മൊമെൻറ്റ്.